മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള ഗൂഢനീക്കങ്ങൾക്കെതിരെ സംസ്ഥാന സുന്നി മഹൽ ഫെഡറേഷനും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്ത പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. സമരങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ധർണ നവംബർ 14 രാവിലെ 10 മണിക്ക് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കും. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ കണ്ടെത്തി എന്നവകാശപ്പെടുന്ന അടിസ്ഥാനരഹിത ന്യായവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള ഗൂഢനീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ തുടർന്നുവരുന്ന ന്യൂനപക്ഷ വിരുദ്ധ, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ നീക്കങ്ങളുടെ തുടർച്ചയായാണ് പുതിയ വഖഫ് ഭേദഗതി ബിൽ എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പൗരത്വ ബില്ല്, മുത്തലാഖ് ബില്ല് തുടങ്ങി കരിനിയമങ്ങളിലൂടെ ഏക സിവിൽ കോഡിലേക്ക് എത്താനുള്ള ആസൂത്രിത പദ്ധതികളുടെ തുടർച്ചയാണ് വഖഫ് ബില്ലിനെ കേന്ദ്രം കാണുന്നത്. നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ ഇല്ലാത്ത ഭീകരത ചൂണ്ടിക്കാണിച്ച് പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ട മുസ്ലിം സമുദായത്തെയും വഖഫ് നിയമത്തെയും ശത്രുപക്ഷത്ത് നിർത്തി വളഞ്ഞിട്ടാക്രമിക്കാനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നത്. നവംബർ 14 നടക്കുന്ന പ്രതിഷേധ ധർണയിലും നവംബർ 30 തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിലും സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും മഹല്ല് പ്രതിനിധികളും മദ്രസ ഭാരവാഹികളും പങ്കെടുക്കണമെന്ന് SMF-ന്റെയും SKMMA-യുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ അഭ്യർത്ഥിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലുള്ള മദ്രസകൾ അടച്ചുപൂട്ടണമെന്നും ആ മദ്രസകളെ ഗവൺമെൻറ്റുകൾ നൽകുന്ന ഗ്രാൻറ്റും അതുപോലെ തന്നെയുള്ള ശമ്പളം ഉൾപ്പെടെ കൊടുക്കുന്നത് നിർത്തിവെക്കണമെന്നും ഈ വിദ്യാഭ്യാസ മദ്രസ ബോർഡുകളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. അതിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് കഴിഞ്ഞ ദിവസം മദ്രസകൾ നടപ്പിലാക്കേണ്ടത് തന്നെയാണെന്നും അത് മൗലികമായ വിദ്യാഭ്യാസ അവകാശത്തിന് അത് അനുപേക്ഷണീയമാണെന്നും സുപ്രീം കോടതി വിധിക്കുകയുണ്ടായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ K. മുഹമ്മദ് അലി, ഹമീദ് ഹാജി, A. സെയ്ദ്, V. യൂസഫ് ഹാജി എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.